പ്രൈസ് ദി ലോർഡ്. മലയിടം തുരുത്ത ദേശനിവാസികളെ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മളൊരു സന്ദേശം അറിയിക്കാനുണ്ട്. ആ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്തിലേക്ക് കടന്നു വന്നത്. ഒരല്പസമയം പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ശ്രദ്ധയെ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കുന്നു. ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുവേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുവേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തിരൂ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തിരൂ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. വെയിലിൽ വാടുന്ന പൂവിനെ പോ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മരണമേ നിൻ ജയമെവിടെ, മനുഷ്യാനിന്ധന സുഖമെവിടെ. മരണമേ നിൻ ജയമെവിടെ, മനുഷ്യാനിന്ധന സുഖമെവിടെ. കാഹളനാദം കേൾക്കുമ്പോൾ കാന്താളി എന്നെ കള്ളരുതേ. കാഹളനാദം കേൾക്കുമ്പോൾ കാന്താളി എന്നെ കള്ളരുതേ. കാന്താളി എന്നെ കള്ളരുതേ. മണിയറവാസം
ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുകേ സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുകേ മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ എറണാകുളത്തെ മലയുടെ തുരുത്ത് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമായി സാക്ഷ്യമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം, അതെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സ്വർഗത്തിലെ ദൈവം തന്നെ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. വാത്സല്യ നാട്ടുകാരെ, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലൊരു ചോദ്യമുണ്ടാകും, എന്താണ് ഈ ജനത്തിന് ഞങ്ങളോട് പറയാനുള്ളത്? പ്രിയ സഹോദരങ്ങളെ, സൃഷ്ടാവായ ദൈവത്തിന് മാനവജാതിയോട് രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യമായ ഒരു ജീവിതമുള്ള മാനവരാശിയോട് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ച് കടന്നു പോകാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നമ്മളെല്ലാം അല്പസമയത്തേക്ക് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യമാണ് ഞാനും നിങ്ങളും. ഞാനും നിങ്ങൾ ഇവിടെ ആരായിക്കോട്ടെ, ഒരു റിക്ഷ ഓടിക്കുന്ന ആളാകട്ടെ, ഒരു അക്കൗണ്ടന്റ് ആകട്ടെ, ഒരു ടൈപ്പിസ്റ്റ് ആകട്ടെ, ഒരു എഞ്ചിനീയർ ആകട്ടെ, ഒരു ഡോക്ടർ ആകട്ടെ, ഒരു MLA ആകട്ടെ, MP ആകട്ടെ, മന്ത്രി ആകട്ടെ, ധനവാനാകട്ടെ, ദരിദ്രനാകട്ടെ, ഞാനും നിങ്ങളും അല്പസമയം മാത്രമേ ഇവിടെയുള്ളൂ. മരണം എന്ന ഭീകരൻ നമ്മളോട് കൂടെയുണ്ട്. എല്ലാവരെയും, ആ വ്യക്തി ഏത് ജാതിയിലും മതത്തിലും സംഘടനയിലും പെട്ടവനായാലും മരണത്തിന് യാതൊരു ബഹുമാനവുമില്ല. മരണം എല്ലാവരെയും കീഴ്പ്പെടുത്തി ജയം പ്രാപിക്കുന്ന ഒരു മല്ലനാണ്, ഒരു ഭീകരനാണ്. ഇതിന് നടുവിൽ സൃഷ്ടാവായ ദൈവത്തിന്, മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ച് കടന്നു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യപ്രകാരം ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, വചനം മാംസമായി ജഡശരീരത്തിൽ ഇവിടെ കടന്നു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ ഈ യുഗം അവസാനിക്കും. ആ വചനത്തിന്റെ വെളിച്ചത്തിലാണ്, ആ വചനം സാക്ഷീകരിക്കുന്നതിന് വേണ്ടിയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചെമ്പറയ്ക്കും പൂക്കാട്ടുപടിക്കും ഇടയിലുള്ള മലയുടെ തുരുത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്ത്
ഈ സന്ദേശം അറിയിക്കുന്നത് ഒരു സാക്ഷ്യമായിട്ടാണ്. അതായത് നാളെ നിങ്ങൾ പറയരുത് ഞങ്ങളിത് അറിഞ്ഞില്ല, ഞങ്ങളിത് കേട്ടില്ല. എന്താണത്? നിങ്ങൾ അറിയാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ജീവിതം മുഴുവൻ ഒരു പരാജയത്തിന്റെ ജീവിതമാണ്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അതുകൊണ്ട് സമ്പത്തുണ്ടാക്കി, അതുകൊണ്ട് വയറ് നിറച്ച്, എന്നാൽ നിറച്ച വയറും ഉണ്ടാക്കിയ സമ്പത്തും ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയാതെ മരണമെന്ന ഭീകരൻ നമ്മളെ കീഴടക്കുമ്പോൾ ഒരു ശവപ്പെട്ടിയിലേക്ക്, ഒരു ചിതയിലേക്ക് ആക്കി മണ്ണിലേക്ക് നമ്മൾ തിരികെ കൊടുക്കുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുവാൻ, ഇതിനെ എതിർക്കുവാൻ കഴിവുള്ള ഒരു സംവിധാനം നമ്മുടെ മെഡിക്കൽ സയൻസിലില്ല, നമ്മുടെ ഭരണകൂടം രാഷ്ട്രീയ സംവിധാനത്തിലില്ല. ഇവിടെയൊക്കെ നമ്മൾ പരാജയപ്പെടുകയാണ്. കോടീശ്വരനായ ബില്യണറായ പരാജിതൻ, ആരോഗ്യ ദൃഢഗാത്രനായ പരാജിതൻ, സൗന്ദര്യ റാണിയായ പരാജിത. കുഞ്ഞിന്റെ സൗന്ദര്യം കൊണ്ട് എന്ത് ഗുണം? അത് പുഴുവിന് കൊടുക്കാൻ വേണ്ടി ഒരുക്കല്ലേ. നിന്റെ ആരോഗ്യം കൊണ്ട് എന്ത് ഗുണം? അത് തീർന്നു പോവുകയല്ലേ. നീ ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും കൊണ്ട് എന്ത് ഗുണം? അതെല്ലാം മരണമെന്ന ഭീകരൻ കീഴടക്കുകയാണ്. എന്നാൽ ഇതിന് പരിഹാരമായി ഒരു വിദ്യാഭ്യാസ സിസ്റ്റം നമുക്കില്ല. ഇതിന് പരിഹാരമായി ഒരു ആശുപത്രി നമുക്കില്ല. ഇതിന് പരിഹാരമായി ഒരു രാഷ്ട്രീയ സംവിധാനം നമുക്കില്ല ഈ മരണമെന്ന ഭീകരനെ പിടിച്ചു കേട്ടാൻ. എന്നാൽ ഇതിനെല്ലാം പരിഹാരമായുള്ള ശാശ്വത സന്ദേശമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മാനവരാശിയോട് അറിയിച്ച രാജത്വത്തിന്റെ സുവിശേഷം. എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇത് അറിയിച്ച വ്യക്തിയുടെ പേരാണ് ദൈവപുത്രനായ ക്രിസ്തു. അത് ആരുടെ സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം മാനവരാശിയെ അറിയിപ്പാൻ തക്കവണ്ണം തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച സന്ദേശമാണ് രാജത്വത്തിന്റെ സുവിശേഷം. എന്താണ് അതിന്റെ അർത്ഥം? മകളെ, നിനക്ക് വേണ്ടി നിന്റെ ദൈവം, ഏത് ദൈവം? ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലുമെല്ലാം കുടുങ്ങിപ്പോയ നമുക്ക് നൽകുന്ന സ്നേഹ സന്ദേശമാണ് രാജത്വത്തിന്റെ സുവിശേഷം. എന്താണ് സുവിശേഷത്തിലൂടെ ദൈവം നമ്മളെ അറിയിക്കുന്നത്? മകളെ, നിന്റെ ജീവിതം ഈ മരണത്തിന് വിഴുങ്ങാനുള്ളതല്ല. നിന്റെ ജീവിതം എന്റെ പ്രകാശനമായി, ദൈവത്തിന്റെ പ്രകാശനമായി നിത്യം 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 ഈ ഭൂമിയുടെ ഭരണാധികാരിയായി ദൈവത്തിന് വേണ്ടി മരണമില്ലാത്ത ദൈവത്തിന്റെ മകനായി ജീവിക്കേണ്ടവനാണ് നീ. എന്നാൽ ഇതിനെക്കുറിച്ച് നീ അറിയുന്നില്ല. നിന്റെ ജീവിതത്തിൽ നീ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഇതില്ല. നിന്നെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സന്ദേശം, നിന്നെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിന്റെ വയറ് നിറയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഈ ഭൂമിയിൽ ഒരു കൊച്ചുകുഞ്ഞ് LKG, UKG, 1ാം ക്ലാസ് മുതൽ പഠനം ആരംഭിച്ച് 10ാം ക്ലാസ്സിലെത്തി, +2 കഴിഞ്ഞ് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും എല്ലാം എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിന്റെ വയറ് നിറയ്ക്കാൻ ഞങ്ങൾ സഹായിക്കാം. വയറ് നിറയ്ക്കണമെങ്കിൽ പണം വേണം. പണം വേണമെങ്കിൽ നീ ജോലി ചെയ്യണം. അതിന് നീ തൂമ്പ എടുക്കണം, വളയം പിടിക്കണം, നീ കടം നടത്തണം, ബിസിനസ് ചെയ്യണം.
ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ തരുന്ന സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് തരാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നത് പഠിക്കണം. ആ ഭൂമിയിലെ വിദ്യാഭ്യാസം നമ്മളോട് പറയുന്നത് നമ്മുടെ വയറ് നിറയ്ക്കാൻ നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഞങ്ങളുടെ വയറും അതുവഴി നിറയും. നല്ല കാര്യമാണോ? വിശക്കുമ്പോൾ വയറ് നിറയ്ക്കേണ്ടത് ആവശ്യമുണ്ടല്ലോ. പക്ഷെ മക്കളെ, അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം ശാശ്വതമാകില്ല. നാം നിറച്ച വയറും നിറയ്ക്കാൻ ഉപയോഗിച്ച കൈയും എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. മരണം എന്ന ഭീകരൻ നമ്മളെ പിടിച്ചടക്കുമ്പോൾ അതിന് നമ്മളെ സഹായിക്കുവാൻ ഈ ലോകത്തിലെ വിദ്യാഭ്യാസത്തിന് കഴിയത്തില്ല, മെഡിക്കൽ സയൻസിന് കഴിയില്ല, നമ്മുടെ മതത്തിനോ സംഘടനയ്ക്കോ ഗ്രൂപ്പിനോ കഴിയില്ല, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല. എന്നാൽ ഞാനും നിങ്ങളും അറിയാത്ത ഒരു വിദ്യാഭ്യാസം ഇവിടെ ഉണ്ട്. ഞാനും നിങ്ങളും മനസ്സിലാക്കാത്ത ഒരു വിദ്യാഭ്യാസം ഇവിടെ ഉണ്ട്. ഇത് തിരിച്ചറിയണം. ആ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം, അതിന്റെ സന്ദേശം നിന്റെ വയറ് നിറയ്ക്കാൻ ഞാൻ സഹായിക്കാമെന്നല്ല. ആ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം, അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞു തരാം. നിന്റെ ദൈവം ഉണ്ടാക്കിയത് ഇങ്ങനെ മരിച്ചു പോകാനല്ല. നിന്റെ ദൈവം ഉണ്ടാക്കിയത് നിത്യം ജീവിക്കാനാണ്. പക്ഷെ മാനവകുലത്തിന്റെ പാപം നിമിത്തം മരണം നിന്നെ വേട്ടയാടുകയാണ്. എന്നാൽ മരണത്തെ ജയിച്ച് നിത്യമായ നിന്റെ ഭാവിയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തു വഴി ഭൂമിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും മനുഷ്യർക്ക് അറിയില്ല. ഇത് തിരിച്ചറിയണം. ഈ വിദ്യാഭ്യാസമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കുക. ഇതാണ് ആ വിദ്യാഭ്യാസം. എന്നാൽ നിങ്ങളുടെ സോള് ജീവനിൽ കിടക്കും. എവിടെ നിന്ന്? മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കിടക്കും. എന്നാൽ ഈ വിദ്യാഭ്യാസം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയില്ല. അവർ ക്രിസ്തുവിനെ സ്തുതിച്ച് ആരാധിച്ച് പോകുന്നു. പക്ഷെ ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അറിയുന്നവർ വിരളമാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ വയറ് നിറയ്ക്കൽ വിദ്യാഭ്യാസത്തിന്റെ പുറകിൽ മറഞ്ഞു കിടക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിത ഉദ്ദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന മറ്റൊരു വിദ്യാഭ്യാസം, ഈ ജീവിതത്തിനെ നമ്മളെ തോൽപ്പിക്കുന്ന, മരണത്തെ തോൽപ്പിക്കുന്ന മറ്റൊരു വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ഇവിടെ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് തിരിച്ചറിയാതെ ഇതാ ജീവിതത്തിന്റെ തുടക്കം മുതൽ മരണം വരെയും അധ്വാനിച്ച് LKG UKG മുതൽ പഠനത്തിൽ അധ്വാനിച്ച് തുടർന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ജോലിയിൽ അധ്വാനിച്ച് പണമുണ്ടാക്കി ഒരു വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളെയും ദൈവം തന്നു. തുടർന്ന് ഇതാ പല പല അസുഖങ്ങളായി ഈ ലോകത്ത് നിന്ന് മരണമെന്ന മൊഴിയാൽ മാറ്റപ്പെടുമ്പോൾ ചുറ്റുമുള്ളവർക്ക് സഹതപിക്കാനേ കഴിയത്തുള്ളൂ. അവർ കടന്നു വന്ന് ഒന്ന് മുഖം കണ്ട് ഒരുപക്ഷെ ഒരു പിടി മണ്ണും നമ്മുടെ മേലേക്ക് വാരിയിട്ട് അവർ കടന്നു പോകും. അവർക്ക് കിട്ടുന്ന സന്ദേശം ഇന്ന് ഞാൻ നാളെ നീ. ഒരു പരാജയപ്പെട്ട ജീവിതമാണ് ഈ ലോകത്തിലെ ജീവിതം. അത് ഏത് ജയാളിയായാലും അവന്റെ ജീവിതം പരാജയപ്പെട്ട ജീവിതമാണ്. ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ പുറകിലുള്ള മിഷണറിയായ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആ മാന്യനായ ലോക പ്രശസ്തനായ ജ്ഞാനിയായ വ്യക്തി ഇതാ തന്റെ ഇളം വയസ്സിലെ 50 വയസ്സിന് തികയുന്നതിന് മുമ്പ് തന്നെ ഇതാ പാൻക്രിയാസിൽ ക്യാൻസറായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോ താൻ അധ്വാനിച്ച് നേടിയതും മുഴുവൻ വെറും വട്ടപൂജ്യമായി. താൻ ഇതുവരെ ഉണ്ടാക്കിയ തന്റേതായ എല്ലാ പ്രശസ്തിയും വട്ടപൂജ്യമായി. ഇതാ
താൻ നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ ആ വ്യക്തി ഈ ലോകത്ത് നിന്നും മറഞ്ഞു. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ശ്രദ്ധയോടെ മനസ്സിലാക്കുക, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം, ഇവിടത്തെ വിദ്യാഭ്യാസ സംവിധാനം, ഇവിടത്തേതൊന്നും നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ മാറ്റുവാൻ കഴിവുള്ളതല്ല. എന്നാൽ സ്വർഗത്തിലെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് മരണമില്ലാത്ത ദൈവം, ആ ദൈവം തന്റെ പുത്രനിലൂടെ ഭൂമിയിൽ ഒരുക്കിയ ഒരു വിദ്യാഭ്യാസമുണ്ട്. ഇവൻ ക്രിസ്ത്യാനികൾക്ക് പോലും നല്ലൊരു പങ്കരും അറിയാത്ത ഒരു വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലേക്ക് മകളെ നീ കടന്നു വരുന്നുവെങ്കിൽ നിന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണമെന്ന മല്ലനെ, ഭീകരനെ ആ വിദ്യാഭ്യാസത്തിലൂടെ നിനക്ക് പിടിച്ചടക്കാൻ കഴിയും. തുടർന്ന് നീ ദൈവത്തിന്റെ മകനായി, ദൈവ കുടുംബത്തിലെ അംഗമായി, ദൈവത്തിന് വേണ്ടി ഈ ഭൂമി വാഴുന്ന ഒരു MLA യോ MP യോ മന്ത്രിയോ അല്ല, പകരം രാജാവായി സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ചൊരു ഭാവി എഴുതിയിട്ടുണ്ട്. ആ ഭാവിയിലേക്ക് നിന്നെ കടത്തിക്കൊണ്ട് വരുവാൻ ദൈവം ആഗ്രഹിക്കുക. ആ സന്ദേശമാണ് ഞങ്ങളിലൂടെ നിങ്ങളെ അറിയിക്കുന്ന രാജ്യത്തെ സുവിശേഷം. ഈ രാജ്യത്തെ സുവിശേഷത്തിന്റെ സന്ദേശം, പ്രിയ മകനെ, മകളെ, നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ നിന്റെ സൃഷ്ടാവിന് മനസ്സില്ല. നിനക്ക് സൃഷ്ടാവിനെ അനുസരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ മരണമെന്ന ഈ ലോകം എഴുതിയിരിക്കുന്ന വിധിയെ മാറ്റി മരണത്തെ ജയിച്ച് ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമായി, നിത്യം ഭൂമി വാഴുന്ന ദൈവത്തിന്റെ പുത്രന്മാരുടെ ഗവൺമെന്റിലെ രാജാവായി നിന്നെ മാറ്റുവാൻ നിന്റെ അപ്പന്, സ്വർഗസ്ഥ പിതാവിന്, സൃഷ്ടാവായ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ സന്ദേശമാണ് ദൈവത്തിനായ ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ അറിയിക്കുന്നത്. ഇതുകൊണ്ടാണ് ലൂക്കോസ് 12:32 യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ജനത്തോട്, ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജത്വം, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചു. എന്നാൽ ഈ സന്ദേശമൊക്കെ ഇന്ന് ലോകത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. ഈവൻ ക്രിസ്തീയ സഭകളിൽ പോലും ഈ സന്ദേശങ്ങൾ കേൾക്കാനില്ല. അപ്പോ ആ ഉള്ളിൽ കേൾക്കാത്ത സന്ദേശം ഇന്ന് ലോകത്ത് വന്ന് എല്ലായിടത്തും അറിയിക്കുമെന്നുള്ള മത്തായി 24:14 ആ പ്രവചനം നിവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഈ തെരുവുകളിൽ, ആലയത്തിൽ കേൾക്കാൻ കഴിയാത്ത സന്ദേശം ഈ തെരുവുകളിൽ വന്ന് നിങ്ങളോട് പറയുന്നതാണ്. യേശുക്രിസ്തു എങ്ങനെ പറയോ, ഇതാ ഇവർ ആർക്കുന്നത് നിങ്ങൾ നിർത്തിയാൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആലയത്തിൽ പറയേണ്ടത് പറയാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അത് തെരുവുകളിൽ അറിയിക്കപ്പെടും. മറച്ചു വെച്ചതൊന്നും പുറത്തു വരാതിരിക്കത്തില്ല, എല്ലാം പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് എന്നെ ഈ മലയുടെ തുരത്തിൽ കേൾക്കുന്ന ജനമേ, നിങ്ങളുടെ സൃഷ്ടാവ് ഒരു ജാതിക്കകത്ത് കുടുങ്ങിപ്പോയവനല്ല, നിങ്ങളുടെ സൃഷ്ടാവ് ഒരു മതത്തിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയവനല്ല. പക്ഷെ ഞാനും നിങ്ങളും ജാതിയുടെയും മതത്തിന്റെയും ഉള്ളിൽ കുടുങ്ങിപ്പോയവനാ. അപ്പോൾ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് മരണമില്ലാത്ത ദൈവം, നമ്മുടെ അപ്പനായ സൃഷ്ടാവായ ദൈവം, ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമുക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ് ദൈവപുത്രനായ ക്രിസ്തു ഇവിടെ വിളിച്ചു പറഞ്ഞത്. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നും കണ്ട് ഭയപ്പെടേണ്ട. നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവ് കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെ മരണം മാറ്റി നിങ്ങൾക്ക് ജീവൻ തരുവാനാണ് എന്നെ അയച്ചത്. ആ യേശുക്രിസ്തു ഇതാ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി, യാഗമായി കൊണ്ട് നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രമാക്കി, നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി, ദൈവ കുടുംബത്തിലെ മരണമില്ലാത്തവരാക്കി മാറ്റുവാൻ തക്കവണ്ണം ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്തു. ഒരുപക്ഷെ കുഞ്ഞെ നീ ചോദിക്കും, ഈ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഭാവിയിലേക്ക് എനിക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയും? പ്രിയമകനെ, പ്രിയമകളെ, അതിനാദ്യം വേണ്ടത് ഈ മരണമെന്ന ഈ
മല്ലന്റെ ഭീകരന്റെ കയ്യിൽ നിന്നുള്ള രക്ഷയാണ്. ആ രക്ഷ എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഇതാ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. ഈ ലോകത്തിലെ പ്രകാരം ഒരു ശാരീരിക മരണം ഉണ്ടാകാം, എന്നാൽ അവൻ മരിച്ചാലും അവൻ മരിച്ചു കിടക്കുകയല്ല. അവൻ ദൈവത്തിന്റെ ജ്ഞാനപൂർണമായ പുതിയ സൃഷ്ടി എന്ന പദ്ധതിയിലൂടെ അവൻ വീണ്ടും ജീവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമകനെ, ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന സന്ദേശം എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, എന്നാൽ ഇതാ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നീ ഹൃദയം കൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദാ യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ചത്, സ്വർഗസ്ഥ പിതാവേ, സൃഷ്ടാവായ ദൈവമേ, എന്റെ പാപങ്ങൾക്ക് പരിഹാരമായാണെന്ന് നീ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഏതുവാ കൊണ്ട് നീ ഏറ്റുപറയുന്നുവെങ്കിൽ, യേശുവേ, അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് പരിഹാരമായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. എന്റെ ഹൃദയത്തിലേക്ക് എന്റെ രാജാവായി, എന്റെ കർത്താവായി, എന്റെ നായകനായി അങ്ങ് കടന്നു വരണമേ എന്ന് ഹൃദയം കൊണ്ട് നീ പ്രാർത്ഥിച്ചു കൊണ്ട് ഏറ്റു പറയുമ്പോ ഈ ദൈവം ഒരുക്കിയ അവസരം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു PR, ഒരു പെർമനന്റ് റെസിഡൻസ് ഇതാ സ്വർഗത്തിലെ ദൈവം ആ സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിവ് വേണം. നമ്മുടെ ഭൂമിയിലെ റെസിഡൻസ് ഒന്നും പെർമനന്റ് അല്ല. ഒരു ജന്മദിനവാതിലൂടെ ഞാനും നിങ്ങളും ഇവിടെ കടന്നു വരാൻ ദൈവം അനുവദിച്ചെങ്കിൽ അധിക താമസിയാതെ ഒരു മരണദിനവാതിലൂടെ മനുഷ്യപുത്ര തിരികെ വരിക എന്ന ദൈവിക സ്വരം നമ്മുടെ ഉൾത്തളങ്ങളിലേക്ക് കേൾക്കുമ്പോ ഈ ശരീരം വിട്ട് അതിന് മന്ത്രിയായാലും രാജാവായാലും ഈ ലോകത്തിലെ ധനാഢ്യനായാലും ഒരു ദരിദ്രനായാലും ഇതാ ഞാനും നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, ഈ ദിവ്യമായ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാ ആ യേശുവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് നീ മുന്നോട്ടേക്ക് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. ഒരുപക്ഷെ ഈ തെരുവിൽ പല സുവിശേഷങ്ങളും കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ പറയും, ആദ്യമായിട്ടാണ് ഇതുപോലൊന്നും ഞങ്ങൾ കേൾക്കുന്നത്. അതെ, യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷം എന്ന് പള്ളിയുടെ അങ്കണത്തിൽ പോലും കേൾക്കാതിരിക്കുമ്പോൾ ഈ തെരുവുകളിൽ വിശുദ്ധ ബൈബിളിൽ നിന്നുള്ള സുവിശേഷം നിങ്ങളെ അറിയിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹമാണത് കാണിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ധരിച്ച് ആ സൃഷ്ടാവിന്റെ നാട്ടിലേക്ക് നമുക്ക് യാത്രയാകാം. സൃഷ്ടാവിന്റെ മക്കളായി, സൃഷ്ടാവിന്റെ ഭവനക്കാരായി, ഭൂമിയുടെ ഭരണകൂടമായി തീരുവാൻ എന്നെയും നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരുപക്ഷെ ധാരാളം കാര്യങ്ങൾ ഇനിയും നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടാകാം. നിങ്ങൾക്ക് എല്ലാം നിങ്ങളോട് പറഞ്ഞു തരുവാൻ ഈ ചെറിയ സന്ദേശം കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നോട്ടീസ് ഇതിൽ കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നോട്ടീസിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഈ പുക്കാട്ടുപടിക്കടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിന്റെ നമ്പറും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരാഴ്ച എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ഒരു വചന ധ്യാനമുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷയുടെ വചന ധ്യാനം. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് അവിടെ കടന്നു വന്ന് ഒരാഴ്ച ഇതാ അവിടെ ദൈവവചനം കേൾക്കാൻ ഒരു അവസരമുണ്ടെന്ന് കാര്യം ഓർപ്പിക്കുകയാണ്. അടുത്ത ധ്യാനം ആരംഭിക്കുന്നത് ജൂലൈ 1-നാണ്. താല്പര്യമുള്ളവർ ഏവർക്ക് അവിടെ കടന്നു വരാം. ഡീറ്റെയിൽ മനസ്സിലാക്കണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. അല്പകാലം മാത്രമുള്ള ജീവിതം അമ്മയുടെ ഉദരത്തിൽ നിന്നൊരു ജന്മദിനവാതിലൂടെ ആരംഭിച്ച് ഇതാ ഒരു മരണദിനവാതിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൽ പ്രിയമകനെ, പകലെ നീ പലതും സമ്പാദിച്ചിട്ടുണ്ട്. ഇതാ നീ വിദ്യാഭ്യാസം സമ്പാദിച്ചു, നീ നിന്റെ ഡിഗ്രി സമ്പാദിച്ചു, നീ നിന്റെ PG സമ്പാദിച്ചു, നീ നിന്റെ ഡോക്ടറേറ്റ് സമ്പാദിച്ചു, നീ നിന്റെ വീട് സമ്പാദിച്ചു, നീ നിന്റെ കാറ് സമ്പാദിച്ചു. ഇങ്ങനെ പലതും നീ സമ്പാദിച്ചു. പക്ഷെ ഒന്നുപോലെ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്നാൽ ഈ രാജ്യത്തെ സുവിശേഷത്തിൽ നീ ദൈവത്തിന്റെ പുത്രനായി, മനുഷ്യപുത്രനായി ജനിച്ച നീ ദൈവത്തിന്റെ പുത്രനായി, മരണമില്ലാത്തവനായി, ഈ ഭൂമിയുടെ അധികാരിയായി, ഭരണാധികാരിയായി മാറുമ്പോ അത് നിനക്ക് ദൈവം തരുന്ന ഏറ്റവും മഹത്തരമായ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഏറ്റവും ശ്രേഷ്ഠകരമായ നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ സൃഷ്ടാവായ ദൈവത്തെ സ്വന്തമാക്കാനുള്ള, നിന്റെ അപ്പനാക്കി മാറ്റുവാനുള്ള, നിന്റെ അപ്പനായി വീണ്ടും ജനിക്കുവാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ മകനെ, മകളെ, ഇതാ ഞങ്ങൾ ഇവിടെ നിങ്ങളോട് തൊണ്ടയിറി
സംസാരിക്കുമ്പോ വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, പകരം ഞങ്ങളുടെ സഹോദരങ്ങൾ നശിച്ചു പോകരുതേ എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം എന്ന ചിന്ത തീരുമാനപ്രകാരം നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ദേശത്തുനിന്ന് അടുത്ത ദേശത്തേക്ക് കടന്നു പോകുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ കേട്ടില്ല, സൃഷ്ടാവിന് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്ന് ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എട്ടും പൊട്ടും തിരിയാത്ത, എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയാത്ത, സമ്പാദിച്ച് മരണത്തിന് കൊടുക്കുന്ന, ഹല്ലേലൂയ, പുഴുവിന് ശാപ്പാടായി തീരുവാൻ ഒരുക്കുന്ന ശരീരവുമായി ഈ മക്കൾ ഇതാ പലയിടത്തും അധ്വാനിക്കുകയാണ്. കടകളിൽ, കാറുകളിൽ, ഓട്ടോറിക്ഷകളിൽ, പറമ്പുകളിൽ എല്ലാം അധ്വാനിക്കുന്നു. അപ്പൊ അവരുടെ അധ്വാന ഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അപ്പൊ നിലനിൽക്കുന്ന സമ്പാദ്യം, നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസം അങ്ങ് ഒരുക്കിയിട്ടുണ്ട് എന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരുടെ ബിസിനസിനെയും ഇവരുടെ ജോലികളെയും ഒക്കെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. മതത്തെ പ്രതി കർത്താവെ വേട്ടയാടുന്ന കുഞ്ഞുങ്ങളെ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സൃഷ്ടാവിന് മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല, മരണമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സൃഷ്ടാവിന്റെ പുറകെ പോകാനുള്ള ആ ദിവ്യമായ നിന്മകളും ക്രമങ്ങളും ഈ മക്കൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കുള്ളതിനെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം ഇവരെ നിത്യ തേജസ്സിലേക്ക് അങ്ങയുടെ ഭവനക്കാരാക്കി അങ്ങയുടെ മക്കളാക്കി മാറ്റുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.